മച്ചിൻ്റെ മുകളിൽ ഈ ഭാഗത്തൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര കാറ്റാട്ടോ. ആ ജാളി കൂടെ വരുന്ന കാറ്റാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞ സമയം രാവിലെ 8:45 9 മണിയാവാനായി. ഇപ്പോഴാണ് രാവിലെ മഴയൊക്കെ പെയ്യുന്ന അതിൻ്റെ ആ ഒരു വൈബിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഈ തിണ്ടത്ത്, അതായത് നമ്മളെ ഈ ബാൽക്കണിയുടെ ഈ ഭാഗത്തുള്ള ഈ തിണ്ടത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അതായത് അതിനുള്ള അത്രയും ഗ്യാപ്പ് ഹൈറ്റ് ഉണ്ട് ഇവിടെ. ഓൾറെഡി ഇവിടെ ഹൈറ്റ് ഉള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, അതായത് ഒരു സ്റ്റെപ്പ് കൊടുക്കണോ വേണ്ടതെന്ന്. പക്ഷേ സ്റ്റെപ്പിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ഒരുപാട് സാധനങ്ങളൊന്നും ഈ മച്ചിൻ്റെ ഈ ഭാഗത്ത് ഉണ്ടാവില്ല. നമുക്കിവിടെ പുല്ല് വിരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, പ്ലാസ്റ്റിക്കിൻ്റെ. അത് വിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് നമുക്ക് ഈ കാണുന്ന ചുമരിലാണ് നമ്മൾ പ്രൊജക്ടർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രൊജക്ടറിൻ്റെ സ്ക്രീനായിട്ട് ഇവിടെയാണ് നമ്മൾ പ്രൊജക്ടർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എപ്പോഴൊന്നും ഇരുന്ന് കാണില്ല. സംഭവം യൂട്യൂബും കാര്യങ്ങളൊക്കെ അതിൽ വർക്കൗട്ടാവും. ഇടയ്ക്കൊന്നും ഇങ്ങനെ വെച്ചിരിക്കാനും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം. ഈ ചുമര് മൊത്തം പകൽ സമയങ്ങളിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. അത് ഞാനിപ്പോൾ തന്നെ പറയുകയാണ്. കാരണം ഇരുട്ട് വരാതെ നമുക്ക് ആ ഒരു പ്രൊജക്ടറിൻ്റെ ഇതിൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഇരുട്ട് വന്ന പക്ക പുലിയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാ ഭാഗവും അടച്ചുറപ്പാക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പകൽ സമയങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഈ ജനലും കൂടി അടച്ചു കഴിഞ്ഞാൽ ഇവിടെ പക്ക ഇരുട്ടായിരിക്കും. പകൽ സമയങ്ങളിൽ ഇവിടെ പ്രൊജക്ടർ ഈ ഒരു ചുമരിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും. ഈ ജാളി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും കേട്ടോ. നല്ല നമുക്ക് പുറത്തേക്ക് പക്ക ക്ലിയർ ഇല്ലെങ്കിലും പുറത്തത്തെ ആ ഒരു വ്യൂ മൊത്തം പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഇത് നമ്മളെ മേലത്തെ ബാൽക്കണി ഉണ്ട്. ഇതിവിടെ ഈ കട്ടിലിട്ടുകൊണ്ട് നമുക്ക് നിങ്ങൾ പോകാൻ കഴിയില്ല. ഇത് പുറത്തിറങ്ങുമ്പോൾ തന്നെ എന്താ സുഖം. നല്ലൊരു അടിപൊളി വൈബാട്ടോ. ഇവിടെ ഒരു കട്ടൻ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ എന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് പറഞ്ഞിട്ടില്ല. ഇത് വേറൊന്നുമല്ല, നമ്മൾ ഇതിനൊക്കെയുള്ള ചെയറൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈബറിൻ്റെ ചെയർ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. 2 ചെയർ ഇതിലേക്കും 2 ചെയർ ബാൽക്കണിയിലേക്കും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്നിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിച്ചിങ്ങനെ മഴയെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണ് അല്ലേ? ആണോ അല്ലേ? ആണ്. എല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. പൊടിയുണ്ട് ഇപ്പോൾ നല്ലോണം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ. ഇനി നമുക്ക് മേലത്തെ ബാൽക്കണിയിലേക്ക് പോകാം. മേലത്തെ ബാൽക്കണിയിലത്തെ കാഴ്ച നല്ല ഇതിലേറായിട്ട് നീ ഇവിടെ വാ. മേലത്തെ ബാൽക്കണിയിലത്തെ കാഴ്ച നമ്മളെ കോണി താഴത്തോട്ട്. നീ എവിടെ വാ. കോണി നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ വിട്ടു. ലിയോട്ട് മേലേക്ക് ആയിരിക്കും. വാ. നമ്മൾ ഈ ചെയറൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചോ, മഴ വീണുകൊണ്ട്. അല്ലേ, ഇതിപ്പോൾ നമ്മൾ മഴ കൊള്ളേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ മേലെ നമ്മൾ മഴ കൊള്ളാതെ ഇതല്ലേ. ഇതാണ് ഓടിൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഇവിടെ ചാരി നിൽക്കുകയാണ്. നമുക്കൊരു തരി മഴ കൊള്ളില്ല. എന്നാൽ മഴയത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങുകയും ചെയ്യാം. മഴ കൊണ്ട് മേലെ നിന്ന് നല്ല അടിപൊളിയായിട്ട് മഴ കൊണ്ട് കുളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മേലെ തന്നെ കുളിച്ചാൽ മതി. പിന്നെ ഓൾറെഡി ബാൽക്കണിക്ക് നമുക്ക് ഒരാൾ മറിഞ്ഞ് വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം എൻ്റെ അരയുടെ മുകളിലേക്ക് നമ്മൾ ഈ കമ്പി ഇത് കൊടുത്തിട്ടുണ്ട്, കൈവരി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മഴയത്താണ് നിൽക്കുന്നത്. വലിയ മഴയൊന്നുമില്ല കേട്ടോ, ചാറ്റൽ മഴ, ചെറിയ മഴ. മണിയേട്ടാ ഉണ്ടല്ലോ ഇവിടെ നമ്മളെ മണിയേട്ടനുണ്ട്. മണിയേട്ടന് കാണുന്നുണ്ടായിരിക്കും തോന്നുന്നു. മണിയേട്ട് അയ്യോ മണിയേട്ടൻ്റെ കാലിനെ കുറേ മുന്നേ വീണതാണ്. അപ്പം അതിൻ്റെ ഇതിൽ മണിയേട്ടന് ഒരുപാട് നടക്കാനായി തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാ ഈശ്വരാനുഗ്രഹത്താൽ പെട്ടെന്ന് മാറട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.
ഇതാണ് ഇപ്പോൾ നമ്മളെ മേലെ നിന്നുള്ള കാഴ്ചട്ട്. ഇതിപ്പോൾ ആ കട്ടിൽ തന്നെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇത് നമ്മൾ ഇവിടെ ഈ ഒരു ചുമരിൻ്റെ ഇവിടെ ഇങ്ങനെ ഹുക്കായിട്ട് തൂക്കിയിടണം വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്താൽ മതി. ഒക്കെ മടക്കുന്നതായത് കൊണ്ട് നമുക്ക് എല്ലാം ഫോൾഡബിളാണ്. അതായത് ഉള്ള ചെയറുകളും ഇതൊക്കെ ഫോൾഡബിളാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപയോഗിക്കാനൊക്കെ നമുക്ക് നല്ല സുഖമായിരിക്കും. ഇതിപ്പോൾ ഇവിടെ പായൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിടയ്ക്കൊന്ന് കഴുകി കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടോ, ചെറിയ പായലുണ്ട്. അതുകൊണ്ട് വഴുക്ക് ഭയങ്കര വഴുക്കലും കാര്യങ്ങളൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ലിയോ, എന്താ എനിക്ക് പറയാനുള്ളത്? എങ്ങനെയുണ്ട് നമ്മളെ വീട്? ഇവള് നമ്മളെ ചാനലിൽ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ. ഇടയ്ക്കല്ല, ഏറ്റവും കൂടുതൽ ഇവളായിരിക്കും ചിലപ്പോൾ ഇതിലുണ്ടാവുക. അല്ലേ ലിയോ? ഇവിടെ എന്തോ ഒരു കുത്തുമാതിരി വന്നിട്ട് എന്താ കാര്യം എനിക്കറിയില്ല. അല്ലേ, ഈ ടാങ്കുമ്മ വരെ ഉണ്ട് ഒരു ഉൽക്കൊക്കെ വന്ന് വലിച്ച മാതിരി. ആകെ കരിവളിച്ചിട്ട് ഇല്ലേ പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ മുകളിലെ മച്ചിൻ്റെ മേലുള്ള കാഴ്ച. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പരിഗണിക്കുക. താങ്ക് യു. ബാ ഓടിയാ ബാ ഇവിടെ വാ. വാ പോര്. വാ ലിയോ വാ പെണ്ണെ. ഓ, ഈ ആദ്യമായിട്ട് ഇറങ്ങുന്ന മാതിരി ഉണ്ടല്ലോ. വാ. ഇവിടെ ആദ്യത്തിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇവക്ക് എന്നല്ല, ഒരുവിധം കുറേ ആൾക്കാർ ഇതിൻ്റെ മേലേക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം നമ്മൾ കൈവരിയൊക്കെ വെച്ച് നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനമാക്കണം. ഈ ഇത് എന്താ നമ്മുടെ കോണിയുടെ കൈവരി നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ഞാൻ ആ കേബിൾ ചെയ്തതിലുള്ള, അതായത് നമ്മുടെ പെയിൻറ്റൊക്കെ ആയതുകൊണ്ട്, പെയിൻറ്റും സിമെൻറ്റ് ഇതൊക്കെ ഇതിലായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ സ്ട്രോങ് കൊടുത്തത്. പക്ഷേ ഈ സ്ട്രോങ് കൊടുത്തത് നമുക്ക് ഭയങ്കര രസമായി. സംഭവം ചിലവ് കുറച്ച് കൂടുതൽ. ചിലവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പിയുടെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ 2 കമ്പി എനിക്ക് വാങ്ങാമായിരുന്നു. പക്ഷേ ഇതിനൊരു നല്ല സ്ട്രോങ്ങും ഉണ്ട്, നല്ല പിടുത്തം വന്നിട്ടുണ്ട്. കൈവരി മോശമായി എന്ന് ആരും പറയില്ല, കാരണം അത്രയും സ്ട്രോങ്ങിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അല്ലേ? ആണോ? ആണ്. ഓക്കെ.